കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ PG ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനാൽ പ്രതിഷേധിച്ചാണ് ഇവരുടെ സമരം. അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് പെട്ടെന്നുണ്ടായൊരു സമരമല്ല. നമ്മള് കുറേ ദിവസങ്ങളായ ഇതിന്റെ ചർച്ചയിലാണ്. 10-ാം തീയതി മുതൽ നമുക്ക് 6-ാം തീയതിക്കുള്ളിൽ സ്റ്റൈഫൻഡ് ക്രെഡിറ്റ് ആകേണ്ടതാണ്. സ്റ്റൈഫൻഡ് ക്രെഡിറ്റ് ആകാത്തതുകൊണ്ട് 10-ാം തീയതി മുതൽ നമ്മൾ ചർച്ച തുടങ്ങി. 10-ാം തീയതിയായി, 12-ആയി, 14-ാം തീയതി വീണ്ടും നമ്മളൊരു പ്രതിഷേധ മാർച്ച് പോലെ നടത്തി. പിന്നെ ഈ ആഴ്ച മുതൽ സ്ട്രൈക്ക് എന്നുള്ള രീതിയിൽ നോട്ടീസ് കൊടുത്തു. എന്നിട്ടും ഈ ഉന്നതാധികാരികളിൽ നിന്നും ഒരു രീതിയിലുള്ള നമുക്കൊരു അപ്ഡേറ്റും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു സ്ട്രൈക്കിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ഗതികേടുണ്ടായത്. അപ്പം നമ്മൾ ഇന്നലെ ആക്ച്വലി ഇത് സമരം സ്റ്റാർട്ട് ചെയ്യാനിരുന്നതാണ്. പക്ഷെ ഇന്നലെ മണ്ടയും കൂടി ആയതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇത് പ്രോഗ്രസ് ആകുമോ എന്ന് നോക്കാനായിട്ടാണ് ഒരു ദിവസം കൂടി സമയം കൊടുത്തത്. ജനങ്ങളുടെ ഒരു ആവശ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഒരു ദിവസം കൂടി സമയം കൊടുത്തത്. പക്ഷെ ഇന്നലെ വൈകിട്ടായിട്ട് പോലും നമുക്ക് അതിലൊരു അപ്ഡേറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈഫൻഡ് ക്രെഡിറ്റ് ആകാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സമരം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയത്. വീഴ്ചയാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രിൻസിപ്പളുമായിട്ട് നിരന്തരം സംസാരിച്ച് നമുക്ക് അടിസ്ഥാനം മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഡിസംബറിൽ ഫണ്ട് ആവശ്യമുണ്ട് ലെറ്റർ പോയിട്ടുണ്ട്, ഫെബ്രുവരി മാസവും പോയിട്ടുണ്ട്, മാർച്ച് മാസം ഈ ലെറ്ററുകൾ പോയിട്ടുണ്ട്. പക്ഷെ എവിടെയാണോ ആരുടെ ഭാഗത്താണോ തെറ്റെന്ന് ഇപ്പോഴും അവർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. നമ്മൾ ഇവിടുന്ന് ലെറ്ററുകൾ പോയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. നമ്മൾ മിനിസ്ട്രി ലെവലിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇവിടുന്ന് ലെറ്റർ വരാനുള്ള താമസമാണ് ഇതിന് കാരണമായെന്ന് പറയുന്നത്. ഏത് മാർഗത്തിലായാലും ഇപ്പൊ ആരോടെങ്കിലും എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അത് മേൽഭാഗത്തുള്ള പ്രശ്നങ്ങളാണെന്ന് പറയുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം കാണാൻ അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, സ്റ്റൈപ്പൻഡ് മുടങ്ങി വിദ്യാർത്ഥികൾ PG ഡോക്ടർമാർ പ്രതിഷേധിക്കുകയാണ്. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ എത്ര കണ്ട് ബാധിച്ചിട്ടുണ്ട്? ഒപ്പം ഇക്കാര്യത്തിൽ കോളേജ് മാനേജ്മെന്റ്, മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? സജിത്ത്, മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം തുടങ്ങിയ ഇടങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് പണിമുടക്കിൽ നിന്ന്. പക്ഷേ മറ്റ് വിഭാഗങ്ങളുടെ പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും OP അടക്കമുള്ള ഇടങ്ങളിൽ കൂടുതലായി PG ഡോക്ടർമാരുടെ സേവനമാണ് ഉള്ളത്. അവർ പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ്. ഏതാണ്ട് 700-ലധികം ഡോക്ടർമാരാണ് ഉള്ളത്. അതിൽ പകുതിയിലധികം പേർ ഇന്ന് പണിമുടക്കിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറെ മാസങ്ങളായി തന്നെ നിരന്തരം ഈ സ്റ്റൈപ്പൻഡ് വൈകി ഏതാണ്ട് മാസത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ലഭിക്കുന്നതെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി മുടങ്ങുന്ന സാഹചര്യമാണ്. ഒപ്പം ഈ TC സമർപ്പിക്കുന്ന അടക്കം പഠന കാര്യങ്ങളിലും ഏറെ തിരക്ക് പിടിച്ച ആളുകളാണ് ഈ PG ഡോക്ടർമാർ. ഒരേ സമയം വിദ്യാർത്ഥികളും പണിയെടുക്കുന്ന ആളുകളുമാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഈ പണം ലഭിക്കാത്ത ഇവരുടെ ജീവിത ചക്രത്തെ കാര്യമായി ബാധിക്കുന്നുവെന്നും പറയുന്നു. എന്തായാലും ഇന്നലെ ഒരു ചർച്ച നടക്കുമെന്ന് വിചാരിച്ചിട്ടും കൃത്യമായ ഒരു ഉറപ്പ് ലഭിച്ചില്ല. ഇന്ന് രാവിലെ 8 മണി മുതലാണ് ഇപ്പോൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. സർക്കാർ തലത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. നമ്മൾ പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ മാർച്ച് അവസാനം സാമ്പത്തിക വർഷത്തിന്റെ ഒരു അവസാന ഘട്ടമാണ്. അതുകൊണ്ട് ഈ ഫണ്ട് വരവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് എന്ന വിശദീകരണമാണ്. എങ്കിലും അധികം വൈകാതെ തന്നെ ഈ സ്റ്റൈപ്പൻഡ് ലഭ്യമാക്കും എന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. സജിത്ത്, PG ഡോക്ടർമാരുടെ സമരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കും. PG ഡോക്ടർമാരുടെ പ്രവർത്തനം, അവരുടെ ഇടപെടൽ ആശുപത്രിയുടെ പ്രവർത്തനത്തിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അവർ പിന്നോട്ട് നിൽക്കുന്നത് സ്വാഭാവിക പ്രതിസന്ധിയാണ്. സർക്കാരിന്റെ വിശദീകരണം കൂടി ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മാത്രം പ്രശ്നമാണോ, മറ്റ് മെഡിക്കൽ കോളേജുകളെ ഇത് ബാധിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പ്രസക്തമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വരുന്ന മണിക്കൂറുകളിൽ തുടർ നീക്കങ്ങൾ പ്രതീക്ഷിക്കും. കുടുംബവും കുട്ടിയും ഒക്കെയുള്ള